ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയി ആരാണ് എന്നറിയാമോ? സ്വയം സ്നേഹിക്കാൻ കഴിയുന്നവരാണ്, സ്വയം സ്നേഹിക്കാൻ പഠിച്ചവരാണ്. കാരണം വ്യക്തമായ തിരിച്ചറിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്വയം സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് താൻ കരയുമ്പോൾ കണ്ണീരൊപ്പാൻ മറ്റൊരു വ്യക്തിയുടെ സഹായം ആവശ്യമായി വരില്ല, എപ്പോഴും അങ്ങനെ ഒരു വ്യക്തി കൂടെ ഉണ്ടാവുകയുമില്ല എന്ന തിരിച്ചറിവിൽ എനിക്കിനിയും പുഞ്ചിരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നവരാണ് സ്വയം സ്നേഹിക്കുന്നവർ. തളർന്നു പോകുമ്പോൾ കരങ്ങൾ നീട്ടി തന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ മറ്റാരും വരികയില്ലെങ്കിലും സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് കഴിയണം എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വയം സ്നേഹിക്കാൻ കഴിയും. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധവും നിങ്ങൾക്ക് നിങ്ങളോടുള്ളത് തന്നെയാണ്. സെൽഫ് കെയർ, സെൽഫ് പ്രയോറിറ്റൈസേഷൻ എന്നൊക്കെ പറയുന്നത് വെറും വാക്കുകളല്ല എന്ന പൂർണ്ണ ബോധവും അവർക്കുണ്ടായിരിക്കും. കാരണം അതൊക്കെയും തെളിവുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുമായുള്ള ബന്ധം എത്രമാത്രം മനോഹരമാണ് എന്ന് കാട്ടുന്നതിനുള്ള ചില അടയാളങ്ങൾ മാത്രമാണ്. സ്വയം സ്നേഹിക്കാൻ നാം പഠിച്ചിരിക്കണം. അത് ഏതൊക്കെ രീതിയിലാണ് എന്നറിയാമോ? നിങ്ങളെ നിങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളുടെ ഇമോഷൻ എന്താ, നിങ്ങളുടെ നീഡ് എന്താ, ഇന്ന് എന്താണ് ഞാൻ എനിക്ക് വേണ്ടി ബെറ്ററായി ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിങ്ങൾ നടപ്പിലാക്കിയെടുക്കണം. നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഇന്നർ ചൈൽഡ് ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും. നീ എനിക്കറിയില്ല, നിനക്കൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് തന്നെയാണ് സാധിക്കേണ്ടത്, അല്ലെ? അപ്പൊ കുഞ്ഞു കുഞ്ഞു പ്രോമിസുകൾ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പാലിക്കണം. നിങ്ങളുടെ വിജയം കണ്ടു നിൽക്കുന്നവർക്ക് അത് വളരെ നിസ്സാരം എന്ന് തോന്നിയാൽ പോലും നിങ്ങൾ അത് നന്നായി ആഘോഷിക്കണം. നിങ്ങളുടെ വിജയങ്ങളെ ആഘോഷമാക്കി മാറ്റണം. സെൽഫ് ക്രിറ്റിസിസത്തിന് മേലെ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് ഒരു സെൽഫ് കമ്പാഷനാണ്. നീ നന്നായി ചെയ്തു, ഇനിയും നന്നായി ചെയ്യാൻ സാധിക്കും, തോറ്റുപോയെങ്കിൽ വിട്ടുകള, മനോഹരമായ ഒരു പാഠം പഠിച്ചെടുക്കാൻ നോക്ക് എന്നൊക്കെ സ്വയം പറയാൻ പറ്റുന്ന, സ്വയം ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി മാറണ്ട. കുറ്റം പറയുന്നത് നാട്ടുകാർ പറഞ്ഞോളൂ, അതിന് നിങ്ങളുടെ ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ കുറ്റവും കുറവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കൊരു ലവ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ആ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് കണ്ടെത്തി അതേ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കണം. കുറച്ച് ക്വാളിറ്റി ടൈം ആണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന മീ ടൈം കൂടുതലായിരിക്കണം. നിങ്ങളെ കെയർ ചെയ്യുന്ന രീതി, സെൽഫ് കെയർ, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുമായുള്ള ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധം അതാണ്. ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധവും അവനവനോടുള്ള ആ മനോഹരമായ ബന്ധത്തെ തന്നെയാണ്.